ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് ജാവ ഓപ്പറേറ്റേഴ്സ്. എല്ലാ ലാംഗ്വേജിലും അവരുടേതായ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജാവ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ജാവയിലുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പാണ് ഇൻറ്റീജർ. അതിൽ ഡെസിമൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഡബിള്. ഇപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ വേർഡ്സ് ഉപയോഗിക്കാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. പിന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. ഇപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളൊരു ഡാറ്റയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൂളിയൻ ഉപയോഗിക്കും. അങ്ങനെ ഇത്തരം ഡാറ്റ ടൈപ്പുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവയിൽ എത്ര തരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഏറ്റവും സിംപ്ലസ്റ്റ് ഓപ്പറേറ്ററാണ്. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഈക്വൽ ടു ചിഹ്നം, ഈക്വൽ ടു എന്നുള്ളൊരു സിൻടാക്സ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ അരിതമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. അരിതമെറ്റിക് ഓപ്പറേറ്റർ നമുക്കറിയാം, മാത്തമാറ്റിക്കലുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം. ലോജിക്കൽ ഓപ്പറൻസ് ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പറൻസും ബോത്ത് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ആൻഡിൻ്റെ ഇത് ട്രൂ ആവുള്ളൂ. ഓർ ആണെങ്കിൽ ഐദർ ഓഫ് ദ ഓപ്പറൻസ്, ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. നോട്ട്, ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആവും. ഓപ്പറൻറ്റ് ഫോൾസ് ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആവും. റിവേഴ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ് പോലെ തന്നെയാണ്. ഇഫ് എൽസിൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ്. ഒരു ഫസ്റ്റ് 3 പാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സെക്കൻഡ് പാർട്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ തേർഡ് സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതിനെ ഓൾസോ വേറെ പറയുന്ന പേരാണ് ടെർണറി ഓപ്പറേറ്റർ എന്നും ഇതിന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിലേക്ക് ആദ്യം കിടക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇസ് ഡിനോട്ടഡ് ബൈ സിമ്പൽ ഈക്വൽ ടു ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റർ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. ഇറ്റ് സിംപ്ലി അസൈൻസ് ദ വാല്യൂ ഓൺ ദ റൈറ്റ് ടു ദ വേരിയബിൾ ഓൺ ദ ലെഫ്റ്റ്. നമുക്ക് ഇതിനെ ഒരു സംതിങ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ ഈക്വൽ ടു 10 അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ ഈക്വൽ ടു I എന്ന് എങ്ങാനും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലേക്ക് റൈറ്റ് സൈഡിലത്തെ ഡാറ്റേനെ അസൈൻ ചെയ്യാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ 10 ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ 10 എന്നുള്ള വാല്യൂ സ്റ്റുഡൻറ്റ് നമ്പർ എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അതിനെ ജസ്റ്റ് ഇന്നത് ഈക്വൽ ടു ഇന്നത് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. ദാറ്റ്സ് ഓൾ. ഒരു വേരിയബിൾ ഉണ്ടാവും, അതിപ്പോൾ സ്റ്റുഡൻറ്റ് നമ്പർ എന്നോ സ്റ്റുഡൻറ്റ് ഹൈറ്റ് എന്നോ എന്തെങ്കിലും ആയിരിക്കും. ഈക്വൽ ടു എന്താണെങ്കിൽ അത് എഴുതുക. അപ്പോൾ ആ ഒരു വാല്യൂ, ആ ഒരു വേരിയബിളിലേക്ക് ആ വാല്യൂ അസൈൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അടുത്ത് വരുന്ന ഓപ്പറേറ്ററാണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. Arithmetic operators perform the same basic operation you would expect if you used them in mathematics. നമ്മൾ കണക്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇവയൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഉണ്ട്. നമുക്ക് നോക്കാം. അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് സൈനാണ് ഉപയോഗിക്കുന്നത്. സബ്സ്ട്രാക്ഷൻ്റെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ സൈൻ ഉപയോഗിക്കും. ഡിവിഷൻ സ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കും മോഡുലോ പെർസെൻറ്റ്, മോഡുലോ ഓപ്പറേറ്റേഴ്സ്. മോഡുലോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യേനെ വേറൊരു സംഖ്യ കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ ശിഷ്ടം, റിമൈൻഡറാണ് റിസൾട്ടായിട്ട് വരിക. അതിനാണ് മോഡുലോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു 2 ഓപ്പറേറ്ററുകളാണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. അപ്പോൾ പ്ലസ് പ്ലസ് എന്നുള്ളതാണ് അതിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ദിസ് ഇൻക്രീസസ് ദ വാല്യൂ ബൈ 1. ഇപ്പോൾ I പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ ഐയുടെ വാല്യൂ 1 കൂട്ടും. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ I പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 ആവും, പിന്നെ 3 ആവും. ഓരോ 1 വെച്ചിട്ട് കൂടി പോകും. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് എന്നാണ് അതിൻ്റെ സിൻടാക്സ്. അത് ഓരോ ഓപ്പറേഷൻ ഓരോ വട്ടം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 1 വെച്ച് കുറച്ച് പോകും. ഉള്ള വാല്യൂ ഒന്ന് കുറഞ്ഞു. അപ്പോൾ I മൈനസ് മൈനസ് എന്നാണെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പോൾ 10 ആണെങ്കിൽ ആയിത്തോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 9 ആവും, പിന്നെ 8 ആവും, 7 ആവും, അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഓപ്പറേറ്റേഴ്സ്.
ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോവാം. ആദ്യം നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നോക്കാം. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഏതെങ്കിലും ഒരു കാര്യം അസൈൻമെൻറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഇൻറ്റീജർ ടൈപ്പ് നോക്കാം. അസൈൻമെൻറ്റ് ഇൻറ്റ്, അപ്പോൾ നമുക്കെന്താ ഇൻറ്റ് സംതിങ്, ഇൻറ്റ് സ്റ്റുഡൻറ്റ് ഹൈറ്റ് ആണ് നിൽക്കുക. ഓക്കെ, സ്റ്റുഡൻറ്റ് ഹൈറ്റ്, ഇൻറ്റ് സ്റ്റുഡൻറ്റ് ഹൈറ്റ് ഈക്വൽ ടു 170 നമ്മൾ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? നമ്മൾ വേരിയബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് ഹൈറ്റ് എന്നാണ്. അതൊരു നമ്പർ ആയതുകൊണ്ട് ഇൻറ്റീജർ എന്നുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഈക്വൽ ടു 170. അതായത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ കൊടുക്കണം. ഇതിനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇനി നമുക്ക് വീണ്ടും പല മോഡൽ വാല്യൂസ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ വേറെ ഇതിപ്പോൾ ഇൻറ്റീജർ ടൈപ്പാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് വേണമെങ്കിൽ ചെയ്യാം. സ്ട്രിങ് ആകുമ്പോൾ സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു. ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൻ്റെ പേര് നെയിം എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു. നെയിം ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഏതാ? ജാവ എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജാവ. ഓക്കെ, ജാവ എന്ന് പറഞ്ഞ സ്ട്രിങ് നമുക്ക് നെയിം എന്നുള്ള വേരിയബിളിലേക്ക് ഡിക്ലെയർ ചെയ്യാം. അതാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ഏതാ ഇനിയുള്ളത്? ബൂളിയൻ എന്നുള്ളൊരു ടൈപ്പ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ബൂളിയൻ നമുക്ക് വേരിയബിളിന് ഒരു പേര് കൊടുക്കണം. വേരിയബിളിൻ്റെ പേര് കൊടുക്കണം എന്നിട്ടാ ടെസ്റ്റ് റിസൾട്ട് എന്നോ ഈസ് ഗുഡ് ടെസ്റ്റ് റിസൾട്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ടെസ്റ്റ് റിസൾട്ട് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്കൊരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ് ഈക്വൽ ടു ട്രൂ. നമുക്ക് വേണമെങ്കിൽ ഫോൾസ് കൊടുക്കാം, അല്ലെങ്കിൽ ട്രൂ കൊടുക്കാം. രണ്ട് വാല്യൂ കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചു. ഇതിനാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റീജർ, സ്ട്രിങ്, ബൂളിയൻ എന്നീ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെ അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക. അതിനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് എന്തെങ്കിലും വേറെ ഓപ്പറേഷൻസ് ചെയ്യാം. ഈ ഒരു ഡാറ്റ ടൈപ്സ് അസൈൻ ചെയ്ത് വെച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളത് സിസ്റ്റം അതൊന്ന് പ്രിൻ്റ് ചെയ്യിച്ച് നോക്കുകയാണ് ഏറ്റവും നല്ലത്. സൗകര്യമുണ്ട്. നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് ഹൈറ്റ് പ്രിൻ്റ് ചെയ്യിക്കാം. എങ്ങനെയാണ്? സ്റ്റുഡൻറ്റ് ഹൈറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്യിക്കാം. സ്റ്റുഡൻറ്റ് ഹൈറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഹൈറ്റ് പ്രിൻ്റ് ചെയ്യിക്കാം. അതിന് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ഹൈറ്റ്സ് നമുക്കൊരു ഡബിൾ കോട്ട്സിൽ ഇടണം. അത് കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ഹൈറ്റ് ഏത് വേരിയബിളിലാണ് കിടക്കണത്? ഐ എന്നുള്ളൊരു വേരിയബിളിലാണ് കിടക്കണത്. അറിയാം, സ്റ്റുഡൻറ്റ് ഹൈറ്റ് എന്നുള്ള വേരിയബിളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് പ്ലസ് എന്നുള്ളൊരു സൈൻ ഇട്ടിട്ട് വേണം അത് കൊടുക്കാൻ. ആ വേരിയബിളിൻ്റെ വാല്യൂ ഇതായിട്ട് ചേർത്ത് വയ്ക്കാൻ പ്ലസ് എന്നുള്ള സൈൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റുഡൻറ്റ് ഹൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ഹൈറ്റ്. ഇനി ഇതുപോലെ നമുക്ക് അടുത്തതും പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വീണ്ടും നമുക്ക് അടുത്ത് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ ഡബിൾ കോട്ട്സ് തന്നെ ഇടുകയാണ്. ഡബിൾ കോട്ട്സിൽ ഏതാണ് പ്രിൻ്റ് ചെയ്യാൻ പോണേ? നെയിം ജാവ. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിം ഈസ് എന്ന് പറഞ്ഞാൽ അടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലസ് സൈൻ കൊടുത്ത് വേരിയബിളിൻ്റെ പേര് എന്താണ്? നെയിം എന്നാണ്. ഓക്കെ, അടുത്തത് വീണ്ടും നമുക്ക് അടുത്ത് പ്രിൻ്റ് ചെയ്യാൻ എന്താണ്? അടുത്ത വേരിയബിൾ ടെസ്റ്റ് റിസൾട്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഡബിൾ കോട്ട്സിൽ ആ ഒരു സെൻറ്റൻസ് കൊടുക്കാം. ടെസ്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. നല്ലത്. റിസൾട്ട് ഓഫ് ദി ടെസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പേസ് ഇട്ട് നമുക്ക് ആ വേരിയബിളിൻ്റെ നെയിം ഇതിലോട്ട് ചേർത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്ലസ് സൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം? വേരിയബിളിൻ്റെ നെയിം എന്താണ്? ടെസ്റ്റ് റിസൾട്ട് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി നമുക്ക് റൺ ചെയ്ത് നോക്കാം.
എല്ലാം വന്നു. സ്റ്റുഡൻറ്റ് ഹൈറ്റ് ഈസ് 170, നെയിം ഈസ് ജാവ, റിസൾട്ട് ഓഫ് ദ ടെസ്റ്റ് ഈസ് ട്രൂ. ഇത്രയും കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് എന്ത്? അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നമുക്ക് കുറച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്ട് ഇൻറ്റ് എ എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. കോമിഡാണ്. അത് കഴിഞ്ഞ് ഇൻറ്റ് ബി എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഈക്വൽ ടു വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുകയാണ്. നമ്മളിവിടെ 10 എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു. കോമ ഇൻറ്റ് സി എന്നുള്ളൊരു വേരിയബിൾ എടുത്തു. ഈക്വൽ ടു നമ്മൾ വേരിയബിൾ 5 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇനി നമ്മളത് ക്ലോസ് ചെയ്യാണ് സെമി കോളൻ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ അറ്റ് എ ടൈം ഒരുമിച്ച് കൊടുക്കണമെന്നില്ല, നമുക്ക് വേറെ ലൈനായിട്ടും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സെമി കോളൻ ഇവിടെ ഇടുക. ഇവിടെ കോമയൊന്നും വേണ്ട. ഇൻറ്റ് ബി ഈക്വൽ ടു 10 കൊടുത്തു. ഇൻറ്റ് സി ഈക്വൽ ടു 5 കൊടുത്തു. ഓക്കെ, അപ്പം 3 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റീജർ എ എന്നുള്ള വേരിയബിൾ, അതിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. ഇൻറ്റീജർ ബി, അതിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഇൻറ്റീജർ സി, അതിലേക്ക് 5 എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അറിയാം നമ്മുടെയുള്ള വേരിയബിളാണ് ഓപ്പറേറ്ററാണ് എന്ത്? അഡീഷണൽ ഓപ്പറേറ്റേഴ്സ്. അഡീഷൻ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എ ഈക്വൽ ടു എന്താണ്? അരിതമെറ്റിക് ഓപ്പറേറ്റർ എന്താണ്? അഡീഷൻ്റെ എ ഈക്വൽ ടു ബി പ്ലസ് സി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ്. എ ഈക്വൽ ടു ബി പ്ലസ് സി. അപ്പോൾ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അഡീഷൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ വർക്കിംഗ് ആയി. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്ത് എഴുതി വയ്ക്കാം മനസ്സിലാവാൻ. അഡീഷനാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഡബിൾ കോട്ട്സിൽ ഇടണം. എന്നിട്ട് വാല്യൂ എയുടെ വാല്യൂ എന്ത് ചെയ്യണം? പ്ലസ് സൈൻ ഇട്ടിട്ട് എ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. മുമ്പത്തെ ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ആവും. റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. വാല്യൂ ഓഫ് എ ഈസ് 15. അതായത് ബിയുടെ വാല്യൂ 10, സിയുടെ വാല്യൂ 5, രണ്ടും കൂടി കൂട്ടുമ്പോൾ എയുടെ വാല്യൂ 15 പ്രിൻറ്റ് ചെയ്തു. ഇതുപോലെ മാറ്റം വരുത്താൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എ ഈക്വൽ ടു, ഇനി വേറെ എഴുതുന്നത് ഞാൻ എ ഈക്വൽ ടു ബി പ്ലസ് സിക്ക് വരെ എന്ത് വരാം? ബി മൈനസ് സി ആക്കുകയാണ്. അഡീഷൻ മാറ്റാം, സബ്സ്ട്രാക്ഷൻ ആക്കാം. ഇനിയിപ്പോൾ അത് പ്രത്യേകം എഴുതുന്നില്ല. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ മൈനസ് ബി മൈനസ് സി, വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ റിസൾട്ടാണ് 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഓപ്പറേറ്റർ ഏതാണ്? അഡീഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്ത ഏതാണ്? അഡീഷൻ കഴിഞ്ഞു, സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ബി ഈക്വൽ ടു ബി സ്റ്റാർ സി എന്ന് കൊടുക്കാം. ബി സ്റ്റാർ സി നമ്മൾ റൺ ചെയ്യാണ്. അപ്പോൾ 10 × 5 50 വന്നു. ഓക്കെ, കറക്റ്റാണ്. ഇനി നമ്മൾ അരിതമെറ്റിക് ഓപ്പറേറ്ററിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ എ ഈക്വൽ ടു ബി സ്ലാഷ് സി ആണ് വരിക. ഹരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബി സ്ലാഷ് സി ടു, അപ്പോൾ 10/5 2ആണ് ആൻസർ. ഓക്കെ, എയുടെ വാല്യൂ 2 ആണ്. ഇനി നമുക്ക് വേണ്ട ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? മോഡുലോ ഓപ്പറേറ്ററാണ്. ബി പെർസെൻറ്റേജ് സി എന്നാണ് കൊടുക്കേണ്ടത്. മോഡുലോ ഓപ്പറേറ്ററിൻ്റെ സിൻറ്റാക്സ് എന്താണ്? മോഡുലോ സി. അതായത് പെർസെൻറ്റേജ് എന്നുള്ളൊരു സീനാണ് വരുന്നത്. നമ്മളതിന് പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 10നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ റിമൈൻഡറാണ് കിട്ടുക. നമുക്ക് നോക്കാം. 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ
പൂജ്യമാണ്. അതേ വന്നു, കറക്റ്റാണ്. ഇനിയുള്ളത് എന്താണ്? നമുക്ക് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് എയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും വേരിയബിൾ എടുത്താൽ മതി. അതിന് നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിൾ ഇപ്പോൾ എയുടെ വാല്യൂ ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ ഏതാണ് നിൽക്കണതെന്ന് അറിയില്ല. ബിയുടെ വാല്യൂ 10 അറിയാം. അപ്പോൾ നമ്മൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താ, B++ ഉപയോഗിച്ചാൽ മതി. B++ എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉപയോഗിച്ചു. ഇനി എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് ബി എന്നാക്കുക. ഇവിടെ ബി ഈസ് എന്താണ്, ബിയുടെ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ബിയുടെ വാല്യൂ 10 B++ ചെയ്യുമ്പോൾ എന്താവും, അത് 11 വരേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, B++ എന്ന് പറയുമ്പോൾ എന്താണ്, ബിയുടെ കൂടെ ഒരു 1 ഇൻക്രിമെൻ്റ് ചെയ്താണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. B-, രണ്ട് മൈനസ് ഇട്ടാൽ B-, എന്നാണ്. അതായത് ബിയുടെ വാല്യൂ ഇപ്പോൾ 10. ഈ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യണു. ഈ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യുമ്പോൾ B-, അതായത് ബിയുടെ വാല്യൂ ഒന്ന് കുറയ്ക്കും. ആ വാല്യൂ ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യണേ. ഇപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്, 9. 10 1 കുറച്ച് 9. വന്നു. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതുവരെ പഠിച്ചത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഈക്വൽ ടു ചിഹ്നം, പിന്നെ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലോ. അപ്പോൾ മോഡുലോയിൽ വേണമെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾസും നോക്കാം. ഇപ്പോൾ എ ഈക്വൽ ടു ബി മോഡുലോ സി കൊടുത്തപ്പോൾ 10/5 2 റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ട് 0. റിമൈൻഡർ ഉള്ളൊരു എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാറുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മറ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ.